നിങ്ങൾ വാങ്ങുന്ന മരുന്നിന് യഥാർത്ഥത്തിൽ എത്ര വിലയുണ്ട്? പാർലമെന്ററി സമിതി പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 100 500 മുതൽ 1800% മുകളിലാണ് പല മരുന്നുകൾക്കും ലാഭമെടുക്കുന്നത്. സാധാരണക്കാരൻ്റെ കീശ കീറുന്ന ഈ കൊള്ളയുടെ സത്യങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് മരുന്നുകൾക്ക് ഇത്രയും വില കൂടുന്നത്? അവശ്യ മരുന്നുകളുടെ പട്ടികയിൽ ഇല്ലാത്തവയ്ക്ക് കമ്പനികൾ തോന്നും പോലെ MRP നിശ്ചയിക്കും. വില നിയന്ത്രണ അതോറിറ്റിയായ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽസ് പ്രൈസിംഗ് അതോറിറ്റിക്ക് പോലും ഇവയുടെ യഥാർത്ഥ നിർമ്മാണ ചെലവോ സ്റ്റോക്കിംഗ് വിലയോ കൃത്യമായി അറിയില്ല എന്നതാണ് സത്യം. ഇത് മറികടക്കാൻ കമ്പനികൾ ഉയർന്ന MRPയോടുകൂടി അതേ മരുന്നുകൾ വീണ്ടും വിപണിയിലെത്തിക്കുന്നു. സമിതി കണ്ടെത്തിയ യഥാർത്ഥ കണക്കുകൾ നോക്കുമ്പോൾ വെറും ₹1.85 കമ്പനി നൽകുന്ന അലർജി ഗുളികകൾ നിങ്ങൾ വാങ്ങുന്നത് ₹21. 17 രൂപ പോലും തികച്ചില്ലാത്ത കാൽസ്യം ടാബ്ലറ്റുകൾക്ക് ഈടാക്കുന്നത് ₹327 മുകളിലാണ്. വെറും 14 രൂപ വിലയുള്ള അസിഡിറ്റി മരുന്നുകൾ വിൽക്കുന്നത് ₹170. ഇത് വെറും വ്യാപാരമല്ല, സാധാരണക്കാരൻ്റെ മേലുള്ള പകൽ കൊള്ളയാണ്. ക്യാൻസർ മരുന്നുകൾക്കും സ്റ്റെന്റുകൾക്കും അമിത വില ഈടാക്കുന്നതിനെതിരെയും സമിതി മുന്നറിയിപ്പ് നൽകുന്നു. ട്രേഡ് മാർജിൻ നാഷണലൈസേഷൻ എന്ന പദ്ധതി നടപ്പിലാക്കിയാൽ മാത്രമേ ഈ വിലക്കയറ്റം തടയാനാകൂ എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് പാർലമെന്ററി സമിതി ആവശ്യപ്പെടുന്നുണ്ട്. ലാഭവിഹിതത്തിന്റെ നിയമപരമായ പരിധി സ്ഥിരമായി ഏർപ്പെടുത്തുക. പട്ടികയ്ക്ക് പുറത്തുള്ള മരുന്നുകളുടെ വില നിയന്ത്രിക്കാൻ പ്രത്യേക സംവിധാനം വേണം. സ്റ്റെന്റുകളുടെയും ക്യാൻസർ മരുന്നുകളുടെയും വില കുറയ്ക്കുകയും സുതാര്യത ഉറപ്പാക്കുകയും ചെയ്യണം. ആരോഗ്യം എന്നത് ഒരു കച്ചവടമല്ല, നമ്മുടെ അവകാശമാണ്.